എല്ലാവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. SKSSFൻ്റെ ദേശീയ കലാമേളയിൽ ടേബിൾ ടോക്ക് മത്സരത്തിന് തുടക്കമാവുകയാണ്. ടേബിൾ ടോക്ക് മത്സരത്തിന് 7 മത്സരാർത്ഥികളുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു റൗണ്ട് മത്സരത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച 4 പേരാണ് ഈ അന്തിമ റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ആ 4 പേരാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ എൻ്റെ ഇരുവശങ്ങളിലുമായി ഇരിക്കുന്നത്. ഈ ടേബിൾ ടോക്ക് മത്സരത്തിൽ പങ്കെടുക്കുന്ന 4 പേർക്കൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഇതിന് കേൾവിക്കാരായ നിങ്ങൾക്കുമുണ്ട്. മത്സരാർത്ഥികൾ ആദ്യ റൗണ്ടിൽ 4 മിനിറ്റാണ് സംസാരിക്കുക. 3 മിനിറ്റും 30 സെക്കൻഡും ആകുമ്പോൾ ആദ്യത്തെ ഒരു ബെൽ നൽകും. 30 സെക്കൻഡോടെ കഴിഞ്ഞ് 4 മിനിറ്റ് പൂർത്തിയാകുമ്പോൾ രണ്ടാമത്തെ ബെൽ നൽകും. അതോടുകൂടി ആ മത്സരാർത്ഥി അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾ അവതരിപ്പിച്ച് പൂർത്തിയാക്കണം. ആദ്യ റൗണ്ട് പൂർത്തിയായതിനു ശേഷം ഓരോ മിനിറ്റ് വീതം ഇവർക്ക് ഉപസംഹരിച്ച് സംസാരിക്കാൻ കൂടി ഒരവസരം നൽകുന്നുണ്ട്. ആദ്യത്തെ റൗണ്ടിൽ 4 മിനിറ്റ് സംസാരിച്ചതിന് ശേഷം പാനൽ അംഗങ്ങൾക്കും കേൾവിക്കാരായ നിങ്ങൾക്കും ഒരു ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ടാകും. ആരാണോ ഈ വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളോട് സംസാരിച്ചത് അവരോട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ കൈ ഉയർത്തുകയും അനുവാദം കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ചോദ്യം ഉന്നയിക്കാൻ സാധിക്കുകയും ചെയ്യും. പക്ഷേ ആ ചോദ്യത്തിന് നിങ്ങൾക്ക് തൃപ്തികരമായൊരു ഉത്തരം കിട്ടിയില്ലെങ്കിൽ തുടർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നല്ലതാവില്ല. അതുകൊണ്ട് തുടർ ചോദ്യങ്ങളോ ഉപചോദ്യങ്ങളോ ഉണ്ടാകില്ല. അത് സഹപാനലിസ്റ്റുകൾക്കും ചോദിക്കാം, സദസ്യർക്കും ചോദിക്കാം. പക്ഷെ ഉപചോദ്യങ്ങളോ തുടർ ചോദ്യങ്ങളോ ഉണ്ടായിരിക്കുന്നതല്ല. ഇതാണ് ഈ മത്സരത്തിൻ്റെ ക്രമം. ഇത് ഒരു സിമ്പോസിയത്തിൻ്റെ മാതൃകയിലാണ് നമ്മൾ നടത്തുന്നത്, ഒരു സംവാദത്തിൻ്റെ മാതൃകയിലല്ല. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യവും നിങ്ങൾക്ക് അറിയാനുള്ള ഒരു കാര്യമായിരിക്കണം നിങ്ങൾ ചോദിക്കേണ്ടത്. അല്ലാതെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച ആളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കുകയും ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ കാര്യം അറിയാനുള്ള ശ്രമം എന്ന നിലയ്ക്ക് മാത്രം ചോദിക്കുകയും ചെയ്യാം. ഇതാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ടേബിൾ ടോക്ക് തുടങ്ങാം. മതേതര ജനാധിപത്യ ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ എന്നതാണ് ടേബിൾ ടോക്ക് ഫൈനൽ മത്സരത്തിൻ്റെ വിഷയം. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ് എന്ന് ഭരണഘടനാ വിദഗ്ധർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ അതിനെ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പഠിക്കുന്നു. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic. ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ ആദ്യ വാചകം. ഇതിൽ 2 കാര്യങ്ങൾ പിന്നീട് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ ആമുഖത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ഈ ആമുഖത്തിലെ 2 സുപ്രധാനമായ ആശയങ്ങളാണ് ഇന്നത്തെ ടേബിൾ ടോക്കിന് ആധാരം. അതിലൊന്ന് മതേതരം എന്നതാണ്, മറ്റൊന്ന് ജനാധിപത്യവും. ഇന്ത്യൻ ഭരണഘടനയുടെ ഈ സവിശേഷമായ 2 ഘടകങ്ങൾ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട 2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ മത്സരാർത്ഥികളിലേക്ക് കടക്കാം എന്ന് വിചാരിക്കുന്നു. ആധുനിക ഇന്ത്യയുടെ ഏറ്റവും പ്രമുഖനായ ഒരു ചരിത്രകാരൻ ബിപിൻ ചന്ദ്ര അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണലിസം ഇൻ മോഡേൺ ഇന്ത്യ എന്ന പുസ്തകത്തിൽ വർഗീയതയെക്കുറിച്ച് വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. വർഗീയതയ്ക്ക് 3 ഘട്ടങ്ങളുണ്ട് എന്ന് ബിപിൻ ചന്ദ്ര കമ്മ്യൂണലിസം ഇൻ മോഡേൺ ഇന്ത്യ എന്ന പുസ്തകത്തിൽ പറയുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്വന്തമായി ഒരു വിശ്വാസ പ്രമാണം ഉണ്ടായിരിക്കുക എന്നതാണ്.
അത് അതിൽ തന്നെ വർഗീയമല്ല. എന്നാൽ സ്വന്തമായി ഒരു വിശ്വാസ പ്രമാണം ഉണ്ടായിരിക്കുകയും അത് മറ്റുള്ളവൻ്റെ വിശ്വാസത്തിന് എതിരായി നിൽക്കുന്നു എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോൾ അത് ഒരു ലിബറൽ കമ്മ്യൂണിസത്തിൻ്റെ തലത്തിലേക്ക് മാറുന്നു എന്ന് ബിപിൻ ചന്ദ്ര വ്യക്തമാക്കുകയാണ്. ഇതിൻ്റെ മൂന്നാമത്തെ ഒരു ഘട്ടമായി ബിപിൻ ചന്ദ്ര പറയുന്നത് എക്സ്ട്രീം കമ്മ്യൂണലിസം എന്നാണ്. തൻ്റെ വിശ്വാസ പ്രമാണം നിലനിൽക്കണമെങ്കിൽ മറ്റുള്ളവരുടെ വിശ്വാസ പ്രമാണത്തെ ഇല്ലാതാക്കിയേ മതിയാവൂ എന്ന രീതിയിലേക്ക് ഇത് മാറുമ്പോൾ വർഗീയത, കമ്മ്യൂണലിസം അതിൻ്റെ അപകടകരമായൊരു തലത്തിലേക്ക് വഴിമാറുന്നു. ഒരുപക്ഷെ ഇതിൻ്റെ ഏറ്റവും ഭീകരമായൊരവസ്ഥ വർഗീയ കലാപങ്ങളാണ് എന്ന് നമുക്കറിയാം. എൻ്റെയും അപരൻ്റെയും വിശ്വാസ പ്രമാണങ്ങൾ പരസ്പര വിരുദ്ധമാണ് എന്ന് കണ്ടെത്തുന്നത് മാത്രമല്ല, വ്യത്യസ്തമായ വിശ്വാസ പ്രമാണത്തിൽ ജീവിക്കുകയും അത് അനുഷ്ഠിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ വിശ്വാസ പ്രമാണത്തിൻ്റെ നിലനിൽപ്പിന് വിഘാതമായി പ്രവർത്തിക്കുന്നവനാണെന്നും അവൻ ശത്രുവാണെന്നും അവൻ ഉന്മൂലനം ചെയ്യപ്പെടേണ്ടവനാണ് എന്നും വരുമ്പോൾ അത് വർഗീയ കലാപത്തിൻ്റെ ഏറ്റവും ഭീതിതമായൊരു തലത്തിലേക്ക് മാറുന്നു. ഇന്ത്യയുടെ മതേതരത്വം എന്ന സവിശേഷമായ ഏറ്റവും മഹോന്നതമായ ഈ ആശയം എങ്ങനെ വർഗീയതയുടെ ഏറ്റവും നിരാശാജനകമായ അർത്ഥതലങ്ങളിലേക്ക് താഴ്ന്നു പോയി എന്ന് ബിപിൻ ചന്ദ്ര കമ്മ്യൂണലിസം ഇൻ മോഡേൺ ഇന്ത്യ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. മതേതരത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരാശയം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു എന്ന് മാത്രം. മറ്റൊന്ന് ജനാധിപത്യം. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ആവേശകരമായ ഒരു നിർവചനം നമുക്ക് നൽകിയിട്ടുള്ള വ്യക്തികളിൽ ഒരാൾ എബ്രഹാം ലിങ്കണാണ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഗെറ്റിസ്ബർഗ് പ്രഭാഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റു പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വാചകം ലോകമുള്ളിടത്തോളം, ജനാധിപത്യമുള്ളിടത്തോളം നിലനിൽക്കുന്ന വാചകമാണ്. ഡെമോക്രസി ഈസ് എ റൂൾ ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ. അതിനേക്കാൾ അപ്പുറത്തേക്ക് മറ്റാർക്കും ജനാധിപത്യത്തെ നിർവചിക്കാനാകില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഈ നിർവചനത്തെ ഏറ്റവും ആകർഷകമായി, ഏറ്റവും അർത്ഥവത്തായി സംഗ്രഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി പറയുന്നൊരു വാചകമുണ്ട്, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഒരു ഓട്ടമത്സരത്തിൽ മത്സരിച്ച് വിജയിച്ച് ഒന്നാമതെത്തുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൂടെ ഓടിയ ആൾക്കാരെയും നിങ്ങൾ കരുതണം എന്നതാണ് അതിനർത്ഥം. കാരണം ഒറ്റയ്ക്ക് ഓടിയാൽ ആർക്കും വിജയിക്കാനാകില്ല. എന്നാണ് ജനാധിപത്യത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. ഈ കാതൽ ഏറ്റവും ഭംഗിയായി മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പ്രായോഗികമായി കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി. നമ്മൾ അതിലേക്ക് പോകേണ്ട കാര്യമില്ല. പക്ഷേ ഈ ജനാധിപത്യം ഇന്ന് അഗാധമായ പ്രതിസന്ധി നേരിടുന്നു. മതേതരത്വം, മതനിരപേക്ഷമായ ഒരു സമൂഹം എന്ന് പറയുന്നത് മതങ്ങളുടെ നിരാസമല്ല, മതങ്ങളുടെ സമന്വയമാണ് എന്ന് പറയുന്ന ആശയങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കാതെ പോകുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്നു. മതനിരാസം വർദ്ധിക്കുകയും മതസമന്വയത്തിൻ്റെ മാർഗങ്ങൾ ഇല്ലാതാകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട്, ഈ ഒരു ജീവിത പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ഈ ഒരു വിഷയത്തെ, മതേതര ജനാധിപത്യ ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ നമ്മൾ സമീപിക്കാൻ. ഈ വിഷയത്തിൻ്റെ കാതൽ മനസ്സിലാക്കി, ഈ വിഷയത്തിൻ്റെ അർത്ഥവും ഈ വിഷയത്തിൻ്റെ സത്തയും മനസ്സിലാക്കി നമ്മുടെ 4 മത്സരാർത്ഥികളും സംസാരിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളും സദസ്യരും ഈ ഒരു സംവാദത്തിൻ്റെ ഭാഗമാണ്, ഈ ഒരു ടേബിൾ ടോക്കിൻ്റെ ഭാഗമാണ്. നിങ്ങളും സശ്രദ്ധം ഇവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ഉന്നയിക്കുക. അങ്ങനെ ഈ ടേബിൾ ടോക്കിനെ ആകർഷകമായ ഒരു പരിപാടിയാക്കി മാറ്റുക. ഇതാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ഊഴമനുസരിച്ച് തന്നെയായിരിക്കും ഇവർ സംസാരിക്കുക. എൻ്റെ വലതുവശത്ത് ആദ്യം സംസാരിക്കുന്നത് ലോട്ട് നമ്പർ 1, പിന്നീട് 2, 3, 4 എന്നീ ക്രമത്തിലായിരിക്കും. ജഡ്ജസ് പ്ലീസ് നോട്ട്. ആദ്യം സംസാരിക്കുന്ന ആളുടെ ചെസ്റ്റ് നമ്പർ സംസാരിക്കുന്ന ആൾ പറയും, അത് നോട്ട് ചെയ്യാം. അതിനുശേഷം
2, 3, 4 എന്നീ ക്രമത്തിലായിരിക്കും സംസാരിക്കുക. ഈ ക്രമം കഴിഞ്ഞാൽ ഉപസംഹാരത്തിനും ഇതേ രീതി തന്നെയായിരിക്കും നമ്മൾ പിന്തുടരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള കാര്യം. നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. ആദ്യം ചെസ് നമ്പർ 1. വൈരുദ്ധ്യം എന്ന് പറയട്ടെ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ ഗവൺമെൻറ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പങ്കുവച്ച ആമുഖത്തിൽ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ 1976 കൂട്ടിച്ചേർക്കപ്പെട്ട 2 ഭേദഗതികൾ, അതായത് സെക്യുലറിസം ആൻഡ് സോഷ്യലിസ്റ്റ് എന്നീ ഭേദഗതികൾ ഇല്ലാതെയായിരുന്നു വന്നത്. വ്യാപകമായ പ്രതിഷേധത്തെ തുടർന്ന് അത് കൂട്ടിച്ചേർത്തിരുന്നു. പക്ഷേ അതൊരു സമകാലീന ഇന്ത്യയുടെ ചിത്രമായി എനിക്ക് തോന്നി. 16-ാം നൂറ്റാണ്ടിലെ ഒരു മുസ്ലിം പള്ളി പൊളിച്ചത് ഹീനമായ കുറ്റകൃത്യമാണെന്ന് ആവർത്തിക്കുമ്പോഴും ആ പള്ളിയുടെ മേൽ ആരാധനത്തിനുള്ള മുസ്ലിങ്ങളുടെ അവകാശത്തേക്കാൾ ഹിന്ദുക്കളുടെ അവകാശത്തിനുള്ള തെളിവിന് ബലം കണ്ടെത്തിയ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ നീതിബോധത്തിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ആരും അറിയാതെ നമ്മുടെ രാജ്യത്ത് അലിഖിതമായ ഒരു സാംസ്കാരിക നയം രൂപപ്പെട്ടു വരുന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ആ സാംസ്കാരിക നയം നമ്മൾ ആരും അറിയാതെ മാധ്യമങ്ങളിലൂടെ നമ്മുടെ ഭരണകൂടം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. ഈ അവസരത്തിൽ നമുക്ക് വിട്ടുകൂടാനാവാത്ത 3 ഭേദഗതികൾ ഡിബേറ്റ് പോലും ഇല്ലാതെ ഈ അടുത്ത് ഇന്ത്യൻ പാർലമെൻറ്റിൽ വെച്ച് പാസ്സാക്കപ്പെട്ടിരുന്നു. അതായത് ഇന്ത്യൻ ക്രിമിനൽ ലോയെ അനുബന്ധിക്കുന്ന, ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനെ അനുബന്ധിക്കുന്ന, ഇന്ത്യൻ മാധ്യമ ബ്രോഡ്കാസ്റ്റിംഗ് ബിൽ അനുബന്ധിക്കുന്ന 3 ബില്ലുകളാണ് ഡിബേറ്റ് പോലും ഇല്ലാതെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ അടുത്ത് പാസ്സാക്കിയത്. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലെന്ന് നമ്മൾ അവകാശപ്പെടുന്ന പാർലമെൻറ്റിൽ വെച്ചാണ് ഒരു മുസ്ലിം ആയതിൻ്റെ പേരിൽ ഡാനിഷ് അലി എന്ന MP ഹീനമായ വംശീയ അധിക്ഷേപം നേരിടേണ്ടി വന്നത്. ഇതുപോലെ രാജ്യത്തെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ജനാധിപത്യത്തെക്കുറിച്ചുള്ള, മതേതരത്തെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ എടുത്തു മാറ്റപ്പെടുന്നു. നമ്മുടെ പ്രധാനമന്ത്രി ഒരു റിലീജിയസ് ഫംഗ്ഷൻ്റെ മുഖ്യ കർത്താവായി വരുന്നു. ഇതൊക്കെ ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് ഭയത്തോടെ നോക്കിക്കാണേണ്ടതാണ്. മറ്റൊരു വിഷയം, നമ്മുടെ വേഷം കൊണ്ട് തിരിച്ചറിയാനാവുമെന്ന് പറയുന്ന പ്രധാനമന്ത്രിയുള്ള നാട്ടിൽ നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യത്തിനുള്ള വെല്ലുവിളികളാണ്. അതായത് ബാബരി മസ്ജിദ് തകർന്നു എന്നൊരു സുഹറ പറയുമ്പോൾ അത് തകർത്തതാണ് എന്ന് പറയാൻ ഒരു ചുല്ലാറ്റില്ലാതെ പോകുന്നതാണ് ഇന്നത്തെ സമകാലീന ഇന്ത്യയുടെ സമകാലീന ഇന്ത്യയുടെ മറ്റൊരു നേർചിത്രമായിട്ട് എനിക്ക് തോന്നിയത്. ഈ അവസരത്തിൽ പറഞ്ഞു വെക്കാവുന്ന മറ്റൊരു കാര്യമാണ്, നമ്മുടെ പാഠപുസ്തകങ്ങളിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ. അതായത് സയൻറ്റിഫിക്കലി ഇംപ്രൂവ് ചെയ്യേണ്ട, സയൻറ്റിഫിക്കൽ തോട്ട്സ് ഇംപ്രൂവ് ചെയ്യേണ്ട ഒരു പാഠപുസ്തകങ്ങളിൽ അൺസയൻറ്റിഫിക്കറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. ഇത്തരം കാര്യങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ അടുത്ത് ഒരു സാമൂഹ്യ മാധ്യമ പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മണിപ്പൂരിൽ 146ഓളം ആളുകളെയാണ് കൊല്ലപ്പെട്ടത്. അതേപോലെ ഗുജറാത്ത് കലാപത്തിൽ ഹീനമായ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ട ബൽക്കീസ് ബാനുവിൻ്റെ പ്രതികളെ കോടതി വെറുതെ വിട്ടത് ഈ അടുത്ത് സുപ്രീം കോടതി റദ്ദ് ചെയ്ത് നാം കണ്ടതാണ്. അവരെ പുഷ്പാഞ്ജലികളോടെ വരവേറ്റ ഒരു സമൂഹം നമ്മുടെ നീതിബോധത്തെ കളങ്കപ്പെടുത്തുന്നുണ്ട്. ദാറ്റ്സ് ഓൾ. സഹ പാനലിസ്റ്റുകൾക്ക് ആർക്കെങ്കിലും ഇദ്ദേഹം സംസാരിച്ചാൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ആദ്യം കൈ ഉയർത്തിയതിന് ശേഷം ചോദിക്കാം. താല്പര്യമുണ്ടെങ്കിൽ മാത്രം. സദസ്സിൽ നിന്ന് ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ? കൈ ഉയർത്തിയതിന് ശേഷം അവർക്ക് ചോദിക്കാവുന്നതാണ്. ഇരുന്നോ എഴുന്നേറ്റ് നിന്ന് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്ന് അറിയണമെങ്കിൽ, അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതാപരമായ പിശകുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അദ്ദേഹം പറഞ്ഞ മണിപ്പൂർ വിഷയത്തിൽ 146 ആളുകളാണ് മരണപ്പെട്ടത് എന്ന് പറഞ്ഞ് ആ കണക്ക് ഓക്കെ, അത് ശരിയാണോ എന്നാണ് എൻ്റെ ചോദ്യം. കാരണം അക്കോർഡിംഗ് ടു അവർ സോഴ്സ്, ടു ബി ഹോണസ്റ്റ്, അത് 146-142ഓളം അതിന് മേളിൽ ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം. ആസ് ഐ റിമെമ്പർ. ലോട്ട് നമ്പർ 2 3012.
സദസ്സിലും വേദിയിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, വളരെ പ്രസക്തമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിവിടെ സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങൾ, ഇന്ന് ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ. നമുക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത്. ലോകത്ത് ഒരുപാട് 1000-ഓളം ജാതിയും മതങ്ങളുമുള്ള ഒരു വലിയ വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്ന, വ്യത്യസ്തമായ ആചാരങ്ങളുള്ള ഒരു വലിയ ജനാധിപത്യ രാജ്യമാണ്. അത് ആ തരത്തിൽ നിലനിർത്തിക്കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. നമുക്കറിയാം, ഒരു വിഭാഗം ആ വിഭാഗത്തിന് അനുകൂലമായ രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ മാറ്റിവെക്കുകയും ഇന്ത്യൻ ജുഡീഷ്യറിയെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ കഴിഞ്ഞ നമുക്കറിയാം 1992 ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ മതേതരത്വത്തിന് കിട്ടിയ ഏറ്റവും വലിയ അടിയാണ് 1992 ഡിസംബർ 6 ബാബരി മസ്ജിദിൻ്റെ ദംശനം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന ആരംഭിക്കുന്നതിന് ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു ജനാധിപത്യ മതേതരത്വ റിപ്പബ്ലിക്കായി സംരക്ഷിക്കുന്നു എന്ന് തുടങ്ങുന്ന ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഏറ്റവും വലിയ അടിയായിട്ടാണ് 1992 ഫാസിസ്റ്റ് ശക്തികൾ ഡിസംബർ 6 ബാബരി മസ്ജിദിൻ്റെ ദംശനം നൽകുന്നത്. ബാബരി മസ്ജിദിൻ്റെ വിധി കാലങ്ങൾക്ക് ശേഷം ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പോട്ടാണ്, 1993 ഞാനൊക്കെ ജനിക്കുന്നത്. ബാബരി മസ്ജിദിൻ്റെ വിധി വന്നപ്പോൾ നമ്മളതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ കോടതി പറയുന്നത് ഏത് തരത്തിലാണ് ഈ ബാബരി മസ്ജിദ് പൊളിച്ചിട്ടുള്ളത് സത്യമാണ്, അത് കുറ്റമാണ് എന്ന് പറയുന്നു. പക്ഷെങ്കിൽ അത് തകർത്ത ആളുകൾ അവർക്കെതിരെ അല്ലെങ്കിൽ അത് ഏത് തരത്തിൽ നീതീകരിക്കപ്പെടുന്നു, ആ തകർത്തെടുത്ത് അത് കുറ്റമാണെന്ന് ഒരു വാക്കിൽ പറയുമ്പോൾ തന്നെ തകർത്തെടുത്ത് അതിന് അതിലൊരു മസ്ജിദ് ഉണ്ടാക്കാനോ അത് മസ്ജിദ് ഉണ്ടാക്കാൻ വേറൊരു ട്രസ്റ്റിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇന്ത്യൻ ജനാധിപത്യവും മതേതരത്വവും മാത്രമല്ല, ജുഡീഷ്യറിയെപ്പോലും അവരുടെ ഇച്ഛക്കനുസരിച്ച് കൊണ്ടുവരുന്ന രീതിയിലേക്ക് ഇന്ത്യൻ ഫാസിസ്റ്റുകൾ മുന്നോട്ട് കൊണ്ടിരിക്കുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മളെ ജനാധിപത്യവാദികളായിട്ടുള്ള മതേതരത്വം കാത്തുസൂക്ഷിക്കണം എന്ന് ഓർക്കപ്പെടുന്ന ജനങ്ങളെ നല്ല രീതിയിൽ നാളെ ജനുവരി 30 ആകാൻ പോവാണ്. ഗാന്ധിവധം കഴിഞ്ഞ 1948 ജനുവരി 30 ഗാന്ധിവധം സംഭവിച്ചിട്ടുള്ളത്. ഗാന്ധി ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെ, നാനാത്വത്തിൽ ഏകത്വം, രാജ്യത്ത് ഉടനീളമുള്ള ഒരു 10,000-കണക്കിന് ജാതിയും മതവും ഒരുപോലെ കാത്തുസൂക്ഷിക്കാനുള്ള തരത്തിൽ നമ്മുടെ മതേതരത്വ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് സാധിക്കാത്ത ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ പുതിയ ആളുകളും പുതിയ തലമുറയിലുള്ള ആളുകളും ഏത് തരത്തിലെ ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മളിപ്പോൾ പറയുകയാണ്, നമ്മളെ ഫാസിസ്റ്റ് ശക്തികൾ നമ്മളെ വല്ലാത്ത രീതിയിൽ ആക്രമിക്കുന്നു, നമ്മളും തിരിച്ചടിക്കണം, നമ്മൾ ആ രീതിയിൽ തന്നെ പ്രതികരിക്കണം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ വരുന്ന തലമുറയെ വളർത്തിയെടുക്കുമ്പോഴാണ് ഇന്ത്യയിൽ കൂടുതൽ കലാപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഈ കലാപങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടായിരുന്നെങ്കിൽ നമ്മളെ ക്രിയാത്മകമായ കൺസ്ട്രക്റ്റീവ് പൊളിറ്റിക്സ് നമ്മളെ വിദ്യാർത്ഥികൾ ഉണർത്തേണ്ടതുണ്ട്. നമുക്കറിയാം, ഒരുപാട് വിഷയങ്ങളിൽ ഒരുപാട് പ്രതിസന്ധികൾ ഇന്ത്യൻ ജനത ഇന്ന് മുന്നിട്ട് ഉൾക്കൊള്ളുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് പരിഹാരമുണ്ടാകേണ്ടത് നമ്മുടെ ഇനിയും ഒരുപാട് പള്ളികൾ പൊളിക്കപ്പെടേക്കാം. പക്ഷെങ്കിൽ നമുക്ക് നീതിയിൽ വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ജനാധിപത്യ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം വന്ന നമ്മുടെ ഏതൊക്കെ മതങ്ങൾ, ഏതൊക്കെ ആചാരങ്ങൾ പ്രകാരമാണ് ഏതൊക്കെ പള്ളികൾ നിൽക്കുന്നു, ഏതൊക്കെ അമ്പലങ്ങൾ അതേ സ്റ്റാറ്റസ് നിലനിർത്തണം എന്നുള്ള നമ്മുടെ നിയമത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പുതിയ ഇന്ത്യയെ വാർത്തെടുക്കാൻ, പുതിയ കൺസ്ട്രക്റ്റീവ് പൊളിറ്റിക്സിനെ നമ്മൾ പഴയത് പറഞ്ഞുകൊണ്ട് അവരത് ഇത് തകർത്തിട്ടുണ്ട് എന്ന് പറയുന്നതിനപ്പുറത്ത് നമ്മൾ പുതിയൊരു ഇന്ത്യക്കും പുതിയൊരു രീതിക്കും നമ്മൾ തുടക്കം കുറിക്കണം. നമ്മുടെ പുതിയ തലമുറയെ അതിനനുസരിച്ച് വാർത്തെടുക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞു നിർത്തുന്നു. ചോദ്യോടെ താങ്കൾ പറഞ്ഞു വർഗീയ ശക്തികളെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച്. അത് ഏതർത്ഥത്തിലാണ്? ഒന്ന് വിശദമായിട്ടൊന്ന് വിശദീകരിക്കാം. അതൊരു അവ്യക്തത നിലനിന്നിരുന്നു. അതായത്, ഞാനുൾപ്പെടെയുള്ള ആളുകൾ എൻ്റെ നാട്ടിൽ പല രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യമാണ് ഇന്ത്യയെ പോലെയുള്ള വലിയ കക്ഷി രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഫാസിസ്റ്റ് ശക്തികൾ ഒരു മുസ്ലിം സമുദായത്തെ മാത്രം ഉന്നം വെച്ചുകൊണ്ട്
പ്രവർത്തനങ്ങൾക്ക്, ഗുജറാത്ത് പോലുള്ള വലിയ കലാപങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ നിങ്ങൾ ഈ ജനാധിപത്യവും മതേതരത്വവും പറഞ്ഞ് മുന്നോട്ട് പോയാൽ എത്ര കാലത്തോളം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും? നിങ്ങൾ ഇന്നൊരാൾ ആക്രമിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ അവരെ പോയി ആക്രമിക്കൂ എന്ന് അവിടെ സ്റ്റോപ്പാവും എന്നുള്ള രീതിയിലുള്ള പുതിയ പ്രചരണങ്ങളുണ്ട്, പുതിയ സംഘടനകളുടെ പുതിയ പ്രചരണങ്ങളുണ്ട്. അത് ഏത് തരത്തിൽ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും? അത് നമ്മൾ ഒരു തരത്തിൽ ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിച്ചുകൊണ്ട് എത്രത്തോളം ന്യൂനപക്ഷ സമുദായങ്ങൾ ഇന്ത്യയെ പോലെ വലിയ ജനാധിപത്യ രാജ്യത്ത് സുരക്ഷിതരാവും എന്നുള്ളത് വലിയൊരു ചിന്തയാണ്. ആ ചിന്തയാണ് ഞാൻ ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ പിന്നെ സംഘപരിവാർ അതുപോലെ ഫാഷിസ്റ്റ് ശക്തികൾ നമ്മൾ ആക്രമിക്കാൻ വരുമ്പോഴാണ് നമ്മളതിനെ പ്രതിരോധിക്കാൻ പോകുന്നു. അതുകൊണ്ടാണ് കലാപങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ കയറി ആക്രമിക്കുമ്പോൾ, ഇപ്പോൾ ഗുജറാത്ത് കലാപങ്ങളാണെങ്കിലും മണിപ്പൂർ കലാപങ്ങളാണെങ്കിലും ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. കയറി ആക്രമിക്കാൻ വരുമ്പോൾ നിർബന്ധിത സാഹചര്യത്തിൽ ചിലപ്പോൾ നമുക്ക് പ്രതിരോധിക്കേണ്ടി വരികയാണ്. പക്ഷേ അതിനെ വേറൊരു അർത്ഥത്തിൽ അതിനെ പ്രതിരോധിക്കുന്നവരെ തീവ്രവാദികളാക്കിയിട്ടും അവരെ വലിയ രീതിയിൽ അപരാധികളാക്കിയിട്ടും ഈ ഫാഷിസ്റ്റ് ശക്തികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമ ലോബികൾ പ്രവർത്തിക്കുന്നൊരു കാലഘട്ടമാണിത്. അപ്പോൾ ആ പറയുന്നതിൽ എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യം ഉണ്ടോ എന്ന് വ്യക്തമാക്കി തന്നാൽ. അതിൽ നമ്മുടെ പുതിയ തലമുറ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പുതിയ തലമുറയിലെ ആളുകൾ, പുതിയ വിദ്യാർത്ഥികളെ നമുക്ക് രാഷ്ട്രീയമായ വിദ്യാഭ്യാസം നൽകുമ്പോൾ നമ്മൾ ആദ്യം ഇന്ത്യയെക്കുറിച്ച് പഠിപ്പിക്കണം. ഇന്ത്യ ഏത് തരത്തിലാണ് അത് ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യക്ക് എത്രത്തോളം മതങ്ങളും എത്രത്തോളം ജാതികളും ഉള്ള രാഷ്ട്രമായിരുന്നു ഇന്ത്യ എന്നുള്ളത് അവരെ പഠിപ്പിക്കണം. ആ ഒരു രീതിയിൽ നമ്മുടെ ഇസ്ലാം ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആരാണ് ഇസ്ലാമിനെ ഇത്രയും വളക്കൂറുള്ള മണ്ണായിട്ട് ഇന്ത്യയിൽ ഇസ്ലാമിനെ വളർത്തിയെടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. അത് ഏത് രാജ്യം, ഇനി ഇസ്ലാമായാലും ക്രിസ്ത്യനായാലും ഒക്കെ നമുക്ക് പുറത്തുനിന്ന് വന്നിട്ടുള്ള മതങ്ങളാണ്. അപ്പോൾ അത് ഏത് തരത്തിലാണ് വളർന്നു വന്നിട്ടുള്ളത് എന്നുള്ളത് അങ്ങനെ ഒരു ഒറ്റയടിക്ക് ആക്രമിക്കുന്ന രീതിയിൽ പുതിയ കാലഘട്ടത്തിൽ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഒരു രീതിയിലായിരുന്നെങ്കിൽ ഇന്ന് ക്രിസ്ത്യൻ മതവും ഇസ്ലാം മതവും ഒന്നും ഇന്ത്യയിൽ ഇത്രത്തോളം ഇത്ര വളർന്ന് പന്തലിക്കുന്ന രീതിയിലേക്ക് ഉണ്ടാവുമായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഭാഷ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ വിദ്യാർത്ഥികൾ, പുതിയ ആളുകൾക്ക് നമ്മൾ കൺസ്ട്രക്റ്റീവ് പൊളിറ്റിക്സിൻ്റെ പാത പഠിപ്പിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ വളർന്നു വരുന്ന കുട്ടിയെ അക്രമകാരിയായി വളർത്തിയാൽ അത് സമൂഹത്തിനും വളർന്നു വരുന്ന എല്ലാവർക്കും മോശമാണ്. സർഗാത്മകമായ രാഷ്ട്രീയം പഠിപ്പിക്കാൻ, ജനാധിപത്യ രീതിയിൽ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. അതിന് പുതിയ തലമുറയിലെ പ്രതിപക്ഷ പാർട്ടികൾ ആ ഒരു തരത്തിലേക്ക് ഉയർന്നു വരുന്നുണ്ട്. ആ ഉയർന്നു വരുന്നതല്ലേ അതിനോടൊന്ന് മാനസികമായി അനുകൂലിച്ച് നിൽക്കാൻ പോലും നമ്മുടെ ആളുകൾ തയ്യാറല്ല എന്നുള്ളതാണ്. നമ്മുടെ പുതിയ തലത്തിലെ കുട്ടികൾ എന്തിന് അത് അവിടെ നിന്ന് മറ്റൊന്ന് കാലുവാരും ഇവിടുന്ന് മറ്റൊരു കാലുവാരും എന്നുള്ള രീതിയിലേക്കാണ് നമ്മുടെ പുതിയ ആളുകളെ മൈൻഡിനെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മൈൻഡ് സെറ്റിനെ നമ്മൾ മാറ്റി ജനാധിപത്യമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രതിരോധം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കൃത്യമായിട്ട് വളർന്നു വരുന്ന തലമുറയിലെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ രക്ഷയുള്ളൂ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി അടുത്തത് നമ്പർ 3, ചെസ് നമ്പർ 3027. അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നൊരു സന്ദർഭം, നമ്മുടെ രാജ്യം എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ, പാർലമെൻറ്റ് സന്യാസിമാർ ഉദ്ഘാടനം ചെയ്യുകയും അതിൻ്റെ നാളുകൾക്ക് ശേഷം ക്ഷേത്രം ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരനെന്ന്, അല്ലെങ്കിൽ ഭരണം നിർവഹിക്കുന്ന പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്ന ഏറ്റവും വിചിത്രമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഭരണഘടനയുടെ, നമ്മുടെ ഈ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ആണിക്കല്ല് എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ഭരണഘടനയാണ്. ആ ഭരണഘടനയെ തകർക്കാനാണ് ഇന്ന് തൽപര കക്ഷികൾ, പ്രത്യേകിച്ച് രാജ്യം ഭരിക്കുന്ന ഈ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ
നേരിടുന്നത് മൗലികാവകാശ ധ്വംസനം, അതുപോലെ തന്നെ പൗരാവകാശ ധ്വംസനം നിരന്തരമായി നമ്മുടെ നാട്ടിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. അതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് സഞ്ജീവ് ഭട്ടിനെ പോലെയുള്ള അനീതിക്കെതിരെ പ്രതികരിക്കുന്ന വലിയൊരു വിഭാഗം, ഉദ്യോഗ തലത്തിലായാലും ശരി, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സാംസ്കാരിക സാമൂഹിക തലത്തിൽ പ്രവർത്തിക്കുന്ന അനേകം പേർ, പലരും ഈ ആൾക്കൂട്ട കൊലപാതകത്തിൽ കൊല ചെയ്യപ്പെട്ടു പോവുകയും പോലും ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിരന്തര വാർത്തയായി അടുത്ത കാലത്ത് ഈ ഫാസിസം ഇന്ന് ഈ തേർവാഴ്ച നടത്തുന്ന നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അവിടെയാണ് ഈ വെറുപ്പ്, വിദ്വേഷം ഒക്കെ പ്രചരിപ്പിക്കുകയും നമ്മുടെ ഒരു ഭരണഘടന ധാർമ്മികത പുലർത്തേണ്ട സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഈ അതിൻ്റെ കൈകാര്യകർത്താക്കളാണ് ഭരണാധികാരികൾ. അവർ തന്നെ അക്രമകാരികളാവുകയും അക്രമത്തിന് ആഹ്വാനം ചെയ്യുകയെന്ന തരത്തിലേക്ക് MLA-മാർ, പാർലമെൻറ്റ് മെമ്പർമാർ, ഇത്തരത്തിലുള്ള ആളുകൾ അതൊരു പ്രത്യേക ഈ വിഭാഗത്തിനെതിരെ ആകുമ്പോൾ അതവരുടെ വോട്ട് രാഷ്ട്രീയമായിട്ട് മാറുകയും അത്തരത്തിൽ ജനാധിപത്യത്തിനെ മറ്റൊരു അർത്ഥത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന കക്ഷികൾ. അവിടെയാണ് ഇന്ന് നമ്മൾ ഇന്ത്യയിൽ ഈ ജനാധിപത്യവും മതേതരത്വവും ഈ നേരിടുന്ന വെല്ലുവിളികൾ നമ്മൾ സംസാരിക്കുന്നത്. ഏറ്റവും അപകടകരമാം വിധം അഭിപ്രായ സ്വാതന്ത്ര്യത്തെയാണ്. ഇപ്പോൾ എത്ര മാധ്യമങ്ങളെയാണ് ഈ അടുത്ത കാലത്ത് വേട്ടയാടപ്പെട്ടത്. ഈ ഭരണാധികാരികൾക്കെതിരെ വാർത്തകൾ കൊടുക്കുമ്പോൾ അവരുടെ മോശമായിരിക്കുന്ന പ്രവണതകൾക്കെതിരെ വാർത്ത കൊടുക്കുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അത് സമൂഹത്തിൻ്റെ മധ്യത്തിൽ കൊണ്ടുവരുമ്പോൾ അവരെ, ആ സ്ഥാപനത്തെ, ആ വാർത്താ മാധ്യമങ്ങളെ വേട്ടയാടുന്ന നിരന്തരമായ സ്വഭാവം. അതുപോലെ തന്നെ വ്യക്തികൾ, നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ ഭരണഘടന. ആ ഭരണഘടന വിഭാവന ചെയ്ത ഏറ്റവും വലിയ അഥവാ പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ അവരെ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഭരണഘടനാ വിശാരദന്മാർ തന്നെ നടപ്പാക്കിയ സംവരണം പോലെയുള്ള ഈ ഭരണഘടനാ അവകാശങ്ങൾ നിഷേധിക്കുന്ന സംഭവങ്ങൾ, അങ്ങനെ നിരവധി അധാർമികമായ, തീർത്തും ഭരണഘടനയുടെ മൊറാലിറ്റിയെ സംരക്ഷിക്കാതെ അല്ലെങ്കിൽ അതിനെ ഈ ബലം കൊടുക്കാതെ നടത്തുന്ന പ്രവണതയാണ് ഇന്ന് രാജ്യത്തുടനീളമുള്ളത്. അതുകൊണ്ട് അതിനെ ജനാധിപത്യ മാർഗത്തിൽ തന്നെ പ്രതിരോധിക്കേണ്ടതുണ്ട്. ഞാൻ നിർത്തുന്നു. ചോദ്യം സഹപാനലിന് ചോദ്യമുണ്ടോ? സദസ്സിൽ നിന്ന് ചോദ്യമുണ്ടോ? ചോദിക്കൂ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇതുവരെ സംസാരിച്ചതിൽ നിന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന വെല്ലുവിളികൾ, ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് അത് നമ്മൾ ഗുജറാത്ത് കലാപം മുതൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങൾ വരെ നമ്മൾ പ്രതിപാദിച്ചു. ഒരുവിധം പാനലിസ്റ്റുകളൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ത്യക്കാർ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇന്ത്യക്കാർ, നമ്മൾ നമ്മുടെ നാട്ടിനെ അതിത്യധികം സ്നേഹിക്കുന്നതൊക്കെയാണ്. നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് എന്താണ് രക്ഷ നേടാനുള്ളൊരു മാർഗം എന്നുള്ള ഒരു പോയിന്റിലേക്ക് ഇവരാരും ഇതുവരെ എത്തിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ചൊരു ക്ലിയർ പിക്ചർ, അതായത് ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് നമ്മുടെ രാജ്യം എങ്ങനെ കയറും, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഭാവിയിലെ പ്രതീക്ഷകൾ എന്നുള്ളൊരു ചിത്രം നിങ്ങൾക്കൊന്ന് സൂചിപ്പിക്കാൻ കഴിയുമ്പോൾ നന്നായിരുന്നു. ചോദ്യം ചോദിച്ചത് പൊതുവായിട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇപ്പോൾ 3027 അദ്ദേഹമാണ് പറയുന്നത്. അദ്ദേഹത്തിന് സാധിക്കുന്ന ഒരു മറുപടി നൽകും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ സംസാരിച്ച എല്ലാവരും തന്നെ ഒരു സർഗാത്മകമായൊരു ജനാധിപത്യം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് കുറേ കൂടെ പ്രായോഗികമായിട്ട് എങ്ങനെ നമുക്കത് മറികടക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതിന് ഉത്തരം അദ്ദേഹം പറയും. നമ്മുടെ സുഹൃത്ത് ഇവിടെ ചോദിച്ച വളരെ പ്രസക്തമായ ചോദ്യമാണ്. നമുക്ക് ചെയ്യാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ രീതിയിൽ സംഘടിക്കുകയും ഈ അക്രമികളെ, കാരണം നമ്മുടെ രാജ്യം, നമ്മളൊരു വിശദീകരണം ഇതിന് എതിരാണ്, പക്ഷേ നമ്മുടെ രാജ്യം ഇതിലും വലിയ പ്രതിസന്ധിയുടെ കടന്നു പോയിട്ടുണ്ട്. ഈ കാലവും കടന്നു പോകും എന്ന് തന്നെ ഒരു ആപ്തവാക്യമുണ്ട്. അതുതന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഇന്ത്യ ഒരു ജനാധിപത്യത്തിൻ്റെ, മതേതരത്വത്തിൻ്റെ ഒരു പൊൻപുലിയിലേക്ക് വീണ്ടും തിരിച്ചു വരും. അതിനുള്ള പ്രയത്നത്തിലാണ് നാമൊക്കെ. ആ പ്രയത്നത്തിൻ്റെ ഭാഗം തന്നെയാണ് ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നതും ഇത് പൊതുസമൂഹത്തിൽ കൊണ്ടുവരുന്നതും. ഇൻഷാ അല്ലാഹ്. അടുത്തത് 4, ചെസ് നമ്പർ 3061. അസ്സലാമു അലൈക്കും. രാജ്യം
അതിൻ്റെ 75ാമത് റിപ്പബ്ലിക് ഈ അടുത്ത ദിവസം ആഘോഷിക്കണം. ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഏറ്റവും മനോഹരമായ ബഹുസ്വരതയിലൂന്നിയ ഒരു ജനാധിപത്യവും ഭരണഘടനയും ഉയർത്തിപ്പിടിച്ച ഇന്ത്യ രാജ്യത്തെ ഇന്ന് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്ന തലത്തിലേക്ക് രാജ്യത്തെ ഭരണാധികാരികൾ എത്തിച്ച് നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഈ ചോദ്യം പ്രസക്തമാകുന്നത്. ഈ രാജ്യം സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് വിൻസെൻ്റ് ചർച്ചിലിനെ പോലെയുള്ള ആളുകൾ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് അദ്ദേഹം പറഞ്ഞ ഒരു കാരണം, രാജ്യം സ്വാതന്ത്ര്യമായി കഴിഞ്ഞാൽ ഇത് വിഭിന്നമാവും, ചിത്രശക്തികളാൽ മറിഞ്ഞ്, അഥവാ രാജ്യം ദേശത്തിൻ്റെയും ഭാഷയുടെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേരിൽ വിഭിന്നമാക്കപ്പെടും എന്നാണ് വിൻസെൻ്റ് ചർച്ചിൽ പറയുന്നത്. ഭരണഘടന സൃഷ്ടിക്കപ്പെടുമ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മറച്ചു വെച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ ചർച്ച ചെയ്യാൻ കഴിയില്ല. ഖായിദുമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അംബേദ്കറുടെ ഈ നിയമനിർമ്മാണ സഭയിലേക്ക് അയക്കാൻ തയ്യാറാകുമ്പോൾ അവിടെ 2 വട്ടമേശ സമ്മേളനങ്ങളിൽ പറയുന്നത് രാജ്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുകയാണെങ്കിൽ അതിനെ വിഭജിക്കണം. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? മതത്തിൻ്റെയും ജാതിയുടെയൊക്കെ. പക്ഷെ അവിടെയാണ് ഈ നിയമനിർമ്മാണ സഭകളിലേക്ക് പോകുമ്പോൾ അവിടെ ന്യൂനപക്ഷത്തിന് മതിയായ സംവരണം വേണമെന്ന് പറയുന്നത് മുസ്ലിം ലീഗ്, ജിന്നയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗും അംബേദ്കറുമായിരുന്നു. വർത്തമാന കാലത്തിലേക്ക് കടന്നു വരുമ്പോൾ രാജ്യം നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് അത് ജനാധിപത്യവും മതേതരത്വവും 2 കോൺടെസ്റ്റാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കുന്ന ജനങ്ങളുടേതായിട്ടുള്ള ജനപ്രതിനിധി സഭകളും, സെക്യുലറിസം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയിൽ കൃത്യമായി പറയുന്നു ജസ്റ്റിസ്, ഇക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ഫെറ്റേണിറ്റി, തുല്യത ഉറപ്പാക്കേണ്ടത്. ആർട്ടിക്കിൾ 15ഉം ആർട്ടിക്കിൾ 21 നോക്കണം നിങ്ങൾ. ആർട്ടിക്കിൾ 15 പറയുന്നുണ്ട്, നിങ്ങൾ വർണ്ണത്തിൻ്റെയോ ദേശത്തിൻ്റെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ഈ രാജ്യത്ത് വസിക്കുന്ന ഒരുത്തനെയും വിഭിന്നം ചെയ്യരുത്. ആർട്ടിക്കിൾ 21 ന്യൂനപക്ഷത്തിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ കാലം ഇങ്ങോട്ട് മാറി വന്നപ്പോൾ ഇതെല്ലാം മാറ്റപ്പെടുമോ എന്നുള്ള ഒരു ഭയത്തിൽ ജീവിക്കുന്ന ഒരു വിഭാഗമായി ഇന്ത്യയിലെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് കൃത്യമായ ഒരു മുസ്ലിം ിലേക്ക് പാർശ്വവൽക്കരിക്കുക. അപ്പോൾ ഏക സിവിൽ കോഡ് പറയുമ്പോൾ അതൊരു മുസ്ലിം വിഷയമായി അങ്ങനെ കാണണ്ട. ജൈനനും സിഖ് മതക്കാരനും പാർസിക്കൊക്കെ ബാധകമാകുന്ന വിഷയം, വെറും ഒരു പൗരത്വ വിഷയം മാത്രമല്ല. ഹിജാബിൻ്റെ വിഷയം, ഗോരക്ഷാ വിഷയം തുടങ്ങി ഈ രാജ്യത്തിൻ്റെ നമുക്ക് നൽകിയ സ്വാതന്ത്ര്യങ്ങളെ ഹനിക്കുന്ന ഒരുപാട് നിയമങ്ങൾ മാറ്റി രചിക്കപ്പെടാൻ വേണ്ടിയിട്ട് കൃത്യമായി ഒരു സംഘടിത മനോഭാവം, ആ സംഘടിത ശക്തി അത് RSSൻ്റെ നാഗ്പൂരാണെന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. കാരണം ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എൻ്റെ സ്വന്തം രാജ്യമാണ്. ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യമാണ് എന്ന് ചെറുപ്പത്തിൽ പഠിച്ചവരാണ് നമ്മൾ. മറ്റൊന്ന്, എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നത് എൻ്റെ ഈമാൻ്റെ ഭാഗമാണ് എന്ന് മദ്രസകളിലൂടെ ഞങ്ങൾ പഠിച്ചവരാ. ആ ഞങ്ങളെ നോക്കിക്കൊണ്ടാണ്, അതല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ നോക്കിക്കൊണ്ടാണ് നിങ്ങൾ ഈ രാജ്യക്കാരല്ല എന്ന് പറയുന്നവൻ്റെ മുഖത്ത് നോക്കി ഇന്ത്യ ആരുടെയും തറവാട് സ്വത്തല്ല എന്ന് പറയാനുള്ള ആർജവം തെരുവിൽ കാണിക്കണം. അത് സർഗാത്മകമായ സമരങ്ങളിലൂടെ, എഴുത്തുകളിലൂടെ നമുക്ക് കാണിക്കാൻ കഴിയണം. നേരത്തെ ഇവിടെ ഒരു സുഹൃത്ത് സൂചിപ്പിച്ചല്ലോ, എങ്ങനെയാണ് അതിന് സാധ്യമാകുന്നത്. മാധ്യമങ്ങൾ വേട്ടയാടപ്പെടുന്നതിനെ കുറിച്ച് ഇവിടെ സുഹൃത്ത് സൂചിപ്പിച്ചു. ഗൗരി ലങ്കേഷുമാർ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിലാണ്. അവിടെയാണ് ക്രിയാത്മകമായ യൗവനം. ഇന്നലകളിൽ 26ൻ്റെ റിപ്പബ്ലിക് ദിനത്തിൽ SKSSFനെ പോലുള്ള ആളുകൾ തെരുവിലിറങ്ങുകയാണ് മനുഷ്യജാലിക തീർത്തുകൊണ്ട്. ഈ രാജ്യം സെക്യുലറിസത്തിൻ്റേതാണ്, ഈ രാജ്യം മതേതരത്വത്തിൻ്റേതാണ്. ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ വീണ്ടെടുക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറായിട്ടുള്ള ഒരു യുവതയുണ്ട്. ഇത് ക്രിയാത്മകമായ ഇടപെടലുകളിലൂടെ നമുക്ക് മുന്നേറ്റ് പോകേണ്ടതുണ്ട്, നേടിയെടുക്കേണ്ടത്. മതേതരത്വവും ജനാധിപത്യവും തകർച്ചയുടെ വക്കിലാണെങ്കിൽ അതിനെ സംരക്ഷിക്കപ്പെടേണ്ടത് ക്രിയാത്മകമായ നിയമനിർമ്മാണങ്ങളിലൂടെയാണ്. നിയമനിർമ്മാണ സഭകളിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകളെ നോക്കിക്കൊണ്ടായിരിക്കണം. കർണാടക തോറ്റപ്പോഴാണ് വീണ്ടും പൗരത്വ വിഷയം എടുത്തു വരുന്നത്. അതുകൊണ്ട് RSSൻ്റെ ബീവൽഫ സംഘങ്ങൾക്ക് മുന്നിൽ കീഴ്പ്പെടേണ്ടവരല്ല നമ്മൾ. ഈ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അതിന് കൃത്യമായ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. രാജ്യത്തെ ഏത് വെല്ലുവിളിയെയും അതിജീവിക്കാൻ കഴിയുന്ന ഒരു വളർന്നു വരത്തി വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സൗഹാർദ്ദത്തിൻ്റെ കട തുറക്കാം. ജയ് ഹിന്ദ്. സുഹൃത്ത് പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. ഒരു പോയിന്റ് ചോദിക്കണം തോന്നുന്നു. അതായത് ഇന്ത്യൻ മതേതരത്തെ സംരക്ഷിക്കുന്നതിൽ നമുക്ക് അറിയാം, CA/RC വിഷയത്തിൻ്റെ സമയത്ത് ഉയർന്നു വന്നിരുന്നു. അതായത് മുസ്ലിങ്ങൾക്ക് മാത്രമായി അതെന്ത് റോളാണ്, അതായത് എല്ലാ സമൂഹവും ചേർന്ന് നിന്നുകൊണ്ടല്ലാതെ എങ്ങനെയാണ്
ഒരു സമൂഹം മാത്രമായിട്ട് എങ്ങനെയാണ് നമ്മുടെ മതേതരത്തെ സംരക്ഷിക്കാൻ കഴിയുന്നത്? അല്ല, അവിടെയാണ് ഒരു സമൂഹത്തിന് മാത്രം അതിന് മതേതരത്വം എന്ന് പറയില്ലല്ലോ. അതൊരു ഭൂരിപക്ഷ പ്രീണനമാണ്, സവർണ ഭാഷയാണത്. നമ്മൾ നാനാത്വത്തിൽ ഏകത്വം, അഥവാ പല ദേശം, പല ജാതി, മതം എല്ലാം കൂടിച്ചേർന്ന ഒരു അസ്തിത്വമാണ് ഇന്ത്യ രാജ്യത്തിനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇതിനകത്തൊരു കോൺടെസ്റ്റ് ഉണ്ട്. ഇത് കൃത്യമായി മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ സൈഡിലേക്ക് നിർത്തുക. പക്ഷെ അവിടെ ആ വിഷയം വരുന്ന സമയത്ത് അതൊരു മുസ്ലിം വിഷയം മാത്രമല്ല. ബാബരി മസ്ജിദ് എന്ന് പറയുന്നൊരു വിഷയമാണെങ്കിൽ അതൊരു മുസ്ലിം വിഷയമാകാം. ഗ്യാൻ വാപ്പിയിലോട്ട് പോകുമ്പോൾ അതൊരു മുസ്ലിം വിഷയമാകാം. മണിപ്പൂരിൽ ഇതിൻ്റെ മറ്റൊരു വശമാണ് സംഭവിച്ചത്. അപ്പോൾ അത് ക്രിസ്തീയ വിഷയമാണെന്ന് പറഞ്ഞ് നമ്മൾ മാറി നിന്നിട്ടില്ല. ഇവിടുത്തെ ന്യൂനപക്ഷക്കാരെ മുസ്ലിം സഹോദരന്മാരെല്ലാം ചേർന്ന് നിന്ന് അതിനെതിരെ തെരുവിൽ സമരം ചെയ്തു. അവിടെയാണ് ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ. നമ്മൾ നേരത്തെ മറ്റൊരു സുഹൃത്ത് പറഞ്ഞല്ലോ, അടിച്ചാൽ തിരിച്ചടിക്കുക എന്നുള്ള കായികപരമായിട്ടുള്ള നേരിടലുകളേക്കാൾ ശക്തി നമ്മുടെ വാക്കുകൾക്കും നമ്മളുടെ പ്രൊട്ടസ്റ്റുകൾക്കും ഉണ്ടാകണം. പക്ഷെ അതിനെന്ത് വേണം? രാജ്യത്തിൻ്റെ പ്രതിപക്ഷമടക്കമുള്ള ആളുകൾ കൃത്യമായി ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത്, അവിടെയാണല്ലോ രാജ്യത്തിൻ്റെ നിയമനിർമ്മാണം നടക്കുന്നത്, അവിടെ നിരന്തരം ചോദ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. നമുക്കറിയാം ED ഒക്കെ ഇവരുടെ കൈകളിലാണ്. നമുക്ക് നീതി ലഭിക്കേണ്ട കോടതികളിൽ നിന്ന് പോലും ശരിയായ രീതിയിൽ ആ നീതി ലഭിക്കുന്നുണ്ടോ എന്ന് സംശയിക്കപ്പെടുന്നു. നേരത്തെ ബാബരിയുടെ വിഷയത്തിലൊക്കെ പറഞ്ഞല്ലോ, അവിടെ ഒരു 500 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു സ്കോർ കാർഡ് സെറ്റ് ചെയ്തിട്ട് രാമൻ്റെ രാജ്യമാക്കി മാറ്റാനുള്ള യാത്രക്ക് തുടക്കമിടുമ്പോൾ കോടതി പറയുന്നത് അവിടെ അങ്ങനെ ഒരു സംഗതി ഉണ്ടായതിന് തെളിവില്ല, പക്ഷേ അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായതുകൊണ്ട് കൊടുക്കണമെന്നാണ്. അപ്പോൾ ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ ഈ രാജ്യത്ത് ജീവിക്കുന്നവനിക്കിത് വിട്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ നിലനിൽക്കുക, സമരമാണ് മാർഗം. ആ സമരം വീണ്ടെടുക്കുക ചെയ്യും. ഒരു പുതിയ ഇന്ത്യ, ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, സംരക്ഷിക്കുന്ന ഒരു ഇന്ത്യയെ നമ്മൾ വീണ്ടെടുക്കും. അതിന് ശക്തി പകരുക എന്നുള്ളതാണ്. നേരത്തെ സുഹൃത്ത് ഇവിടെ ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ അതിൽ എനിക്ക് വന്നൊരു കൺഫ്യൂഷന്, മുസ്ലിം ലീഗ് പാർട്ടിയുടെ പങ്ക് പറഞ്ഞു അദ്ദേഹം. ഞാൻ നിഷേധിക്കുന്നില്ല, പങ്കുണ്ട്. പക്ഷേ അംബേദ്കറുമായിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റുമോ? കാരണം അംബേദ്കറിൻ്റെ ചരിത്രം ഞാൻ കേട്ടത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രസംഗങ്ങളിൽ നിന്നൊക്കെ ഞാൻ കേട്ടത്. പിന്നെ അദ്ദേഹം പ്രത്യേകിച്ചൊരു രാഷ്ട്രീയമായിട്ട് ബന്ധമല്ല അംബേദ്കർക്ക്. ഒരു പ്രത്യേക രാഷ്ട്രീയമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തെളിവും ഇല്ല. അദ്ദേഹം സെക്കുലറിസം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വലിയ രീതിയിൽ ഒരുപാട് എഴുത്തുകളും ഒരുപാട് പ്രയത്നങ്ങളും നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറഞ്ഞതിൽ അതിനെ ഈ ഒരു പ്രത്യേക പാർട്ടിയുമായിട്ട് കണക്ട് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത് എനിക്കൊന്ന് വിവരിച്ചു തരണം. അതുപോലെ മറ്റൊന്ന് പറഞ്ഞത്, സംഘപരിവാർ, ഇപ്പോൾ NRC അതുപോലുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതിൽ എത്ര നമ്മൾ ഇതിൽ ഒരു പക്ഷത്തെ ലക്ഷ്യമിട്ടിട്ട് അല്ല ഇത് വരുന്നത് എന്ന് പറഞ്ഞാലും ഇതിൻ്റെ യാഥാർത്ഥ്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് അത് വരുന്നത്. പക്ഷെ അതിൻ്റെ പിറകിൽ വേറെ പല വിഷയങ്ങളുണ്ട്. അതായത് സവർണ വിഭാഗത്തിൻ്റെ കാര്യങ്ങൾ സംരക്ഷിക്കുക എന്നൊരു ലക്ഷ്യം അതിലുണ്ട്, അത് നിഷേധിക്കുന്നില്ല. പക്ഷെ അവർ ടാർഗറ്റ് ചെയ്യുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ തന്നെയാണ് എന്നതിൽ ഒരു സംശയമല്ല. അപ്പോൾ അത് ഒന്നുകൂടി ക്ലിയർ ചെയ്ത് തന്നാൽ നന്നായി. 2 കാര്യങ്ങളാണ് സുഹൃത്ത് ചോദിച്ചത്. അതിൽ ആദ്യത്തേത്, ഡോക്ടർ BR അംബേദ്കറെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ജാതി സംവരണത്തെക്കുറിച്ചുള്ളൊരു ആവശ്യം അംബേദ്കർ ഉന്നയിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് രാഷ്ട്രീയമായൊരു വിഷയമല്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ജാതി സംവരണത്തെക്കുറിച്ചുള്ളൊരു ആവശ്യം ഡോക്ടർ BR അംബേദ്കർ ഉന്നയിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും പല ചർച്ചകളിൽ അദ്ദേഹം ഉന്നയിക്കുകയും പല ചർച്ചകളും അതുപോലെ തന്നെ ഫലം കാണാതെ പോവുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയം കൊണ്ട്. ഗാന്ധിജി നിരവധി സത്യാഗ്രഹ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ശക്തമായൊരു നിരാഹാര സമരം ഗാന്ധിജി നടത്തിയത് ഡോക്ടർ BR അംബേദ്കറിൻ്റെ സംവരണം എന്ന ആവശ്യത്തിനെതിരെയാണ്. ആ സമരം ഗാന്ധിജി പിൻവലിക്കുന്നത് ഈ ആവശ്യത്തിൽ നിന്ന് അംബേദ്കർ പിന്നാക്കം പോയപ്പോഴാണ്. അംബേദ്കർ അതിന് പറഞ്ഞ മറുപടി ഈ ആവശ്യം അനുചിതമാണെന്ന് തോന്നിയത് കൊണ്ടല്ല, പക്ഷേ ഗാന്ധിജിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്ത്യൻ ജനത തനിക്ക് മാപ്പ് തരില്ല എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഈ ആവശ്യത്തിൽ നിന്ന് പിന്മാറുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു വിഷയമാണ് അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹം വിശദീകരിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹം ജാതിയുടെ കാര്യമാണ് പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹം അത് വിശദീകരിക്കും. 2ാമത്തെ ചോദ്യത്തിനും അദ്ദേഹത്തിന് സാധിക്കുന്ന ഉത്തരം അദ്ദേഹം നൽകും. 2ാമത്തെ ചോദ്യത്തിന് ആദ്യ ഉത്തരം പറയാം. ഒന്ന്, നിരന്തരം ഇന്ത്യയിൽ ജീവിക്കുന്ന
ന്യൂനപക്ഷം, അദ്ദേഹത്തിൻ്റെ കോണ്ടസ്റ്റ് മുസ്ലിം ന്യൂനപക്ഷം, മൈനോറിറ്റി, അതിനകത്ത് മുസ്ലിം എന്ന് പറയുന്ന ഉപവിഭാഗം വളരെ ബേജാറിലേക്ക് പോകും. സംഘപരിവാറിൻ്റെ അജണ്ട എന്ന് പറയുന്നത് തന്നെ കൃത്യമായി അതാണ്. നിങ്ങളെ പേടിപ്പിച്ചു നിർത്തുക, നിങ്ങളെ നിശബ്ദരാക്കുക എന്നുള്ളതാണ്. ആ നിശബ്ദതയെ പേടിച്ചുകൊണ്ട് നിങ്ങൾ നിൽക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഒറ്റപ്പെടുക മാത്രമേ വഴിയുള്ളൂ. അവിടെയാണ് ഗൗരി ലങ്കേഷ് മരിക്കുന്നതിൽ ഗൗരി ലങ്കേഷ് മുസ്ലിമായിട്ടാണ്. സഞ്ജീവ് ഭട്ട് ഇന്നും പുറം ലോകം കാണാതെ ഉള്ളിലേക്ക് പോയത് മുസ്ലിം ആയതുകൊണ്ടാണ്? അല്ലല്ലോ. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന മുസ്ലിം സമുദായത്തിൻ്റെ നേരെയുള്ള ഒരു വിഷയം വന്നപ്പോൾ എൻ്റെ സഹോദരനാണ്, ഈ രാജ്യത്ത് ജനിച്ചവനാണ് എന്ന മൂല്യം അത് രക്തത്തിലുള്ളത് കൊണ്ട് അവർ നമുക്ക് വേണ്ടിയാണ് ഉള്ളിൽ പോയത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരുപക്ഷെ ജനാധിപത്യ മാർഗത്തിൽ പോരാടുമ്പോൾ അതിന് പരിമിതികളുണ്ടാകാം. സമാന ആശയക്കാരായ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മുടെ സമരങ്ങൾക്ക് വീര്യം കൂടും. അതാണ് ജനാധിപത്യത്തിൽ ഏറ്റവും മനോഹരമായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. നമ്മുടെ ജനാധിപത്യം കോർപ്പറേറ്റുകൾക്ക് അടിമപ്പെടുന്നതല്ല. രാജ്യത്തിൻ്റെ ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള ആളുകൾ മാറ്റി നിർത്തുമ്പോൾ അദാനിയും അംബാനിയും പോലത്തെ കോർപ്പറേറ്റുകൾ ഇവിടെ വളരുകയാണ്. അവിടെയാണ് ജനാധിപത്യം കോർപ്പറേറ്റുകൾക്ക് വൽക്കരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹികപരമായിട്ടോ സാമ്പത്തികപരമായിട്ടുള്ള വെല്ലുവിളികളും കൂടി ഇതിനകത്ത് കാണേണ്ടതുണ്ട്. രണ്ടാമത്, ഭരണഘടനയിലേക്ക് അംബേദ്കർ പോകുന്നതിൻ്റെ ചരിത്രം സമയമില്ല. പക്ഷേ കൃത്യമായി മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ആ നിയമനിർമ്മാണ സഭയിലേക്ക് അംബേദ്കറെ കൊണ്ടുവരുന്നതിന് കൃത്യമായ ശക്തിയായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതാണ്. അത് കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും ജിന്നാ സാഹിബും അടക്കമുള്ള ആളുകളുടെ ചർച്ചയിൽ നിന്ന് ഉൾത്തിരിഞ്ഞ തീരുമാനപ്രകാരമായിരുന്നു. അതിന് ഈ പറഞ്ഞ പോലെ അദ്ദേഹം മികച്ച ഒരു മതേതരവാദിയായിരുന്നു, സെക്യുലറായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞത്, വട്ടമേശ സമ്മേളനം 2 തവണ പിരിഞ്ഞു പോകുന്നു, 3ാമത്തെ തവണ അതിലേക്ക് കടക്കുമ്പോഴാണ് ഈ ഒരു ആവശ്യം നിയമനിർമ്മാണ സഭയിൽ സവർണ മേധാവിത്വം മാത്രം പോലെ അതിനൊരു ജാതീയമായിട്ടുള്ള സംവരണം വേണം, റിസർവേഷൻ നമുക്ക് കിട്ടിയ അനുഗ്രഹമാണ് ആ പോരാട്ടങ്ങളുടെ ഭാഗമായിക്കൊണ്ട്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഭംഗിയായി ഒരു വാനമ്പാടി ചരിത്രത്തെ മറന്ന് പാടി വെക്കുമ്പോൾ പള്ളി പൊളിച്ചാണ് അമ്പലം പണിതത് എന്ന് ഓർമ്മിക്കണമെന്ന് പറഞ്ഞു വെക്കാൻ ഒരു സൂരജ് സന്തോഷമുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പുണ്യമെന്ന് പറയുന്നത്. അതായത് ലീന രഘുനാഥ് എന്ന കാരവാൻ്റെ മുൻ റിപ്പോർട്ടറുടെ ഒരു വാക്കുകൾ ഓർമ്മിച്ചെടുത്താൽ, അതായത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമോ അല്ലെങ്കിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമോ എന്നതല്ല, ഇന്ത്യ ഏറ്റവും വേഗത്തിൽ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അവർ പറഞ്ഞു വെച്ചത്. മൂല്യബോധം എന്നത് ഏറ്റവും എളുപ്പത്തിൽ വിൽക്കാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷേ നമ്മളിൽ അവശേഷിക്കുന്നത് ആ മൂല്യബോധം മാത്രമാണ്. ആ മൂല്യബോധമുള്ളവർ ഇന്നും ജനാധിപത്യത്തിനും മതേതരത്തിനും വേണ്ടി നിലകൊള്ളും എന്ന വിശ്വാസം ഞാൻ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. ജയ് ഹിന്ദ്. ഹലോ, വളരെ വിശാലമായി നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഞാൻ പോയിൻ്റ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ ഒരു സുഹൃത്ത് ചോദിച്ചു ഏത് തരത്തിൽ എങ്ങനെ സംരക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. നമുക്ക് അതിലുള്ള പ്രത്യാശ എന്ന് പറയുന്നത്, ലോകത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു ഏകാധിപതിയും അധികം വാണിട്ടില്ല എന്നുള്ളതാണ്. ഹിറ്റ്ലറും മുസോളിനിയൊക്കെ ഒരുപാട് ഏകാധിപത്യ രീതിയിൽ ഒരുപാട് ന്യൂനപക്ഷ വംശഹത്യ നടത്തിയ ആളുകളാണ്. അപ്പോൾ ഒരു ഏകാധിപത്യം ലോകത്ത് ഒരുപാട് തവണ വളർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനാധിപത്യ രീതിയിലുള്ള സംരക്ഷണം, ജനാധിപത്യ രീതിയിലുള്ള നമ്മുടെ പ്രതിരോധം മൂർച്ച കൂട്ടി വെക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും വലിയ പ്രതിരോധം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മുടെ ജീവന് തുല്യം സ്നേഹിക്കുന്ന നമ്മുടെ നാട് അതിൻ്റെ ആ സുന്ദരമായ കാലഘട്ടത്തിലേക്ക് തിരിച്ചു വരണം. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം മഹാത്മജി ഒരു വാചകം പറയുകയുണ്ടായി, ടു വൈപ്പ് രാജ്യത്തിൻ്റെ പ്രഥമമായ എയിം എന്താണെന്ന് ചോദിക്കുമ്പോൾ, രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ പത്രക്കാരുടെ മുന്നിൽ ഗാന്ധിജി പറയാണ്, ടു വൈപ്പ് ഔട്ട് എയേഴ്സ് ഫ്രം ഐസ് ഓഫ് കോമൺ മാൻ. സാധാരണക്കാരായ ജനങ്ങളുടെ കണ്ണീരൊപ്പുക എന്നുള്ളതാണ്. അതുതന്നെയാകണം ഇനിയും നമ്മുടെ രാജ്യത്തിൻ്റെ ലക്ഷ്യവും. ആ മാർഗത്തിലേക്ക് തന്നെ നമ്മുടെ ഭരണാധികാരികൾ തിരിച്ചു വരണം. അത്രമാത്രം പറയും. പ്രതീക്ഷകളുടെ പുതിയ കാലത്താണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. പുതിയ പ്രതീക്ഷകൾക്ക് ചിറകുമുളക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയ രാത്രിയിലും ബംഗാളിൻ്റെ തെരുവീതികളിൽ നടന്ന സംഘർഷങ്ങളിൽ സ്വാതന്ത്ര്യമേകാൻ പോയ ഗാന്ധിയെ കൊന്ന ആളുകൾ ഈ രാജ്യം ഭരിക്കുമ്പോൾ
നമ്മളൊക്കെ ചെറിയ ഭയപ്പാടുണ്ടാവും. പക്ഷേ ആ ഭയപ്പാടുകളെ മാറ്റി നിർത്തി സർഗാത്മകതയിലൂടെ, എഴുത്തിലൂടെ, പോരാട്ടങ്ങളിലൂടെ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞ് പരത്തുന്ന ഈ പ്രൊപ്പഗണ്ടയെ ഈ രാജ്യം നിലനിൽക്കുന്നിടത്തോളം, ഈ രാജ്യം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊണ്ട മഹിതമായ പാരമ്പര്യത്തിൻ്റെ ഒരു ഭാരതമാണ്. ഭാരതമാതാവ് എന്ന് പറയുന്നത് എല്ലാ ആളുകളെയും ഉൾക്കൊണ്ടിട്ടുണ്ടാകും. അപ്പോൾ ആ സത്വ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട്, ആ സ്വത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ രാജ്യത്ത് അവസാനത്തെ ഇന്ത്യക്കാരൻ ഉണ്ടാകുന്നിടത്തോളം കാലം ആ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. അതിനുള്ള വിദ്യാഭ്യാസം നമ്മുടെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കൊക്കെ കൊടുക്കുക, രാജ്യത്തോടുള്ള സ്നേഹം നീതിപൂർവമാക്കുക, അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഇടപെടലുകൾ മറ്റുള്ള ആളുകൾക്ക് വേദന ഉണ്ടാക്കുന്നതോ മറ്റുള്ള ആളുകൾക്ക് സങ്കടപ്പെടുത്തുന്നതാകരുത്. എൻ്റെ വിശ്വാസങ്ങളെയും എൻ്റെ അവകാശങ്ങളെയും സംരക്ഷിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെയും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. നമുക്ക് രാജ്യത്തെ വീണ്ടെടുക്കണം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. സുഹൃത്തുക്കളെ, മതേതര ജനാധിപത്യ ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ ആധാരമാക്കി നടന്ന ടേബിൾ ടോക്ക് മത്സരം ഇവിടെ അവസാനിക്കുകയാണ്. അല്പസമയത്തിനകം ഇതിൻ്റെ വിധി നിർണയം ഉണ്ടാകും. ഈ മത്സരത്തിൽ 4 പേരാണ് ഫൈനൽ റൗണ്ടിൽ മത്സരിച്ചത്. 7 പേർ ഉണ്ടായിരുന്ന ഈ മത്സരത്തിൽ 3 പേർ ആദ്യ റൗണ്ട് മത്സരം കഴിഞ്ഞപ്പോൾ മത്സരത്തിൽ നിന്ന് പുറത്തായി. അവശേഷിക്കുന്ന 4 പേരാണ് ഇപ്പോൾ ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്തത്. ആദ്യം സംസാരിച്ച ലോട്ട് നമ്പർ 3047 ഏറ്റവും പ്രസക്തമായൊരു വിഷയം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഔദ്യോഗികമായി പുറത്തിറക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയം അദ്ദേഹം പരാമർശിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർക്കപ്പെട്ട 2 വാക്കുകൾ, സുപ്രധാനമായ 2 വാക്കുകൾ, സോഷ്യലിസ്റ്റ് എന്ന വാക്കും സെക്യുലർ എന്ന വാക്കും ഒഴിവാക്കിക്കൊണ്ട് ഔദ്യോഗികമായി പുറത്തിറങ്ങിയ ഒരു റിലീസ്, അത് ജനാധിപത്യവാദികളിൽ കടുത്ത ആഘാതം ഏൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് തുടങ്ങിയത്. അലിഖിതമായ ഒരു സാംസ്കാരിക നയം ഇപ്പോൾ ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വളരെ സുപ്രധാനമായ ഒരു വിഷയം കൂടെ അദ്ദേഹം പറഞ്ഞിരുന്നു. 3 നിയമങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് ഒരു ചർച്ച പോലും കൂടാതെയാണ് എന്ന ഒരുപക്ഷെ നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യവും അദ്ദേഹം പങ്കുവച്ചു. ക്രിമിനൽ പ്രൊസീജിയർ കോഡുമായി ബന്ധപ്പെട്ട നിയമവും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട നിയമവും മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട നിയമവുമാണ് ഈ രീതിയിൽ ചർച്ച പോലുമില്ലാതെ, സംവാദങ്ങൾ പോലുമില്ലാതെ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് എന്ന കാര്യം വളരെ സുപ്രധാനമാണ്. അത് അദ്ദേഹം എടുത്തു കാണിച്ചു. ഒപ്പം ഡാനിഷ് അലിയെക്കുറിച്ചുള്ള വംശീയ പരാമർശം ഒരു ഭരണപക്ഷ MP നടത്തിയതും അദ്ദേഹം സൂചിപ്പിച്ചു. ആ MP-ക്കെതിരെ ശക്തമായ നടപടി ഉണ്ടായില്ല എന്ന കാര്യം കൂടെ നമ്മൾ ഓർക്കേണ്ടതാണ്. അതുപോലെ പാഠപുസ്തകങ്ങളിൽ നിന്ന് മതേതര സംസ്കാരത്തെ സൂചിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ മാറ്റുന്നു എന്ന വിഷയം പറഞ്ഞു. പ്രധാനമന്ത്രി ഒരു ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ മുഖ്യ യജമാനനാകുന്നു എന്ന വിഷയം അദ്ദേഹം സൂചിപ്പിച്ചു. മണിപ്പൂർ കലാപത്തെക്കുറിച്ച് 146 പേർ കൊല്ലപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞു. അത് പിന്നീട് ചോദ്യം അതേ സംബന്ധിച്ച് ഉയർന്നപ്പോൾ ചുരുങ്ങിയത് 146 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം അത് വിശദീകരിക്കുകയും ചെയ്തു. സമീപകാലത്തുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബിൽക്കിസ് ബാനോ കേസിലെ പ്രതികളെ വെറുതെ വിട്ട ആ നടപടി. അതിനെതിരെ സുപ്രീം കോടതിയാണ് ശക്തമായൊരു നിലപാട് സ്വീകരിച്ചത്. ഇപ്പോൾ ആ പ്രതികൾ വീണ്ടും ജയിലിലായിരിക്കുന്നുവെങ്കിലും ആ ഒരു സാഹചര്യം ആ രീതിയിൽ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കാനും ചോദ്യത്തിന് മറുപടി നൽകാനും അദ്ദേഹം ശ്രദ്ധിക്കുകയും ചെയ്തു. ഉപസംഹാരത്തിൽ KS ചിത്രയുടെ വിഷയവും ഹിന്ദു രാഷ്ട്രത്തിൻ്റെ വിഷയവും അദ്ദേഹം സൂചിപ്പിക്കുകയും ഒപ്പം മൂല്യബോധമുള്ളവർ ജനാധിപത്യത്തിനൊപ്പം നിലകൊള്ളണം എന്നുള്ള ഒരഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തു. രണ്ടാം സംസാരിച്ചത് 3012 ഇന്ത്യയുടെ വൈവിധ്യത്തെയാണ് എടുത്തു കാണിച്ചത്. ഇന്ത്യ എത്രയോ ജാതി ഉപജാതികളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വൈവിധ്യങ്ങളും നിറഞ്ഞൊരു രാജ്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വൈവിധ്യം, ഈ ബഹുസ്വരത
നിലനിർത്തുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് അദ്ദേഹം പറഞ്ഞു. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാനാത്വത്തിൽ ഏകത്വം. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന തൻ്റെ പുസ്തകത്തിലൂടെയാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. 1992 ബാബറി മസ്ജിദ് ധ്വംസനത്തെക്കുറിച്ച്, ഈ മതേതര ജനാധിപത്യ വെല്ലുവിളികളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കൃത്യമായി പ്രതിപാദിച്ചു. വസ്തുതാപരമായൊരു കാര്യമാണ് അദ്ദേഹം പ്രതിപാദിച്ചത്. 1948 ഗാന്ധിജി കൊല്ലപ്പെട്ടതിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തം എന്നാണ് ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി KR നാരായണൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അന്ന് നടത്തിയൊരു പ്രതികരണമാണ്, അത് നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ഒപ്പം നീതിന്യായ വ്യവസ്ഥ അഥവാ നമ്മുടെ ജുഡീഷ്യറിൽ സംശയിക്കപ്പെടുന്ന, സംശയത്തിൻ്റെ നിഴലിലാകുന്നു എന്നൊരു വിമർശനം ഇത് അദ്ദേഹം മാത്രമല്ല മറ്റു പലരും ആ കാര്യം ഉന്നയിച്ചിട്ടുണ്ട്. ഗാന്ധിവധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം പരാമർശിച്ചു. അതേസമയം അദ്ദേഹം ഇന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശമായിട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് ഞാൻ കാണുന്നത് പ്രത്യാക്രമണം ഒന്നിനും പരിഹാരമല്ല എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷകമായിട്ട് തോന്നിയത് ആ ഒരു നിലപാട് അദ്ദേഹം പറഞ്ഞതിന് ശേഷം സദസ്സിൽ നിന്ന് ചോദ്യമുണ്ടായി. ആ ചോദ്യം ചോദിച്ചതിന് ശേഷവും അദ്ദേഹം വളരെ സമചിത്തതയോടെ ആത്മസംയമനത്തോടെ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും തിരിച്ചുള്ള ആക്രമണം ഒന്നിനും പരിഹാരമല്ല എന്ന വസ്തുത അദ്ദേഹം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത്. അതുപോലെ വേറൊരു ചോദ്യം കൂടെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. 2 ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായിട്ടുള്ളൊരു മറുപടി അദ്ദേഹത്തിന് നൽകാൻ സാധിച്ചു. ഒപ്പം ഇന്ത്യയിൽ ഇസ്ലാം മതവും ക്രിസ്ത്യൻ മതവും ഒക്കെ വന്നതും ഈ 2 മതങ്ങളിൽപ്പെട്ട വിശ്വാസം ഇവിടെ വളർന്നതും ഇന്ത്യയിൽ വളർന്നതുമെല്ലാം അന്നത്തെ ഒരു ഇന്ത്യൻ സമൂഹത്തിന്, ഇന്ത്യൻ ജനതയുടെ ഒരു മതേതര പാരമ്പര്യം കൊണ്ടാണ് എന്നുള്ള ഒരു കാര്യം കൂടെ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനാധിപത്യമാണ് ഏറ്റവും വലിയ പ്രതിരോധം എന്ന ഒരു ആശയം കൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ചു. പ്രത്യാശ നിർഭരമായ ഒരു വാചകം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഉപസംഹാരം നടത്തിയത്. ഏകാധിപതികൾ അധികകാലം വാണിട്ടില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പിൻ്റെ സ്വഭാവമുള്ള ഒരു പരാമർശത്തോടെയാണ് അദ്ദേഹം ഉപസംഹാരം നടത്തിയത്. അതിനുശേഷം 30-27 മൂന്നാമതായിട്ട് സംസാരിച്ച അദ്ദേഹം പാർലമെൻറ്റ് ഉദ്ഘാടനവും രാമക്ഷേത്ര പ്രതിഷ്ഠയും, ഈ 2 കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനത്തിനുള്ള സന്യാസികളുടെ സാന്നിധ്യവും രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് മുഖ്യ യജമാനനായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നതും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. ഒപ്പം IPS ഉദ്യോഗസ്ഥനായ സഞ്ജീവ് ഭട്ടിൻ്റെ അനുഭവം അദ്ദേഹം പങ്കുവച്ചു. ആൾക്കൂട്ട കൊലപാതകം പരാമർശ വിധേയമായി. മാധ്യമവേട്ടയും അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ ഉണ്ടായിരുന്നു. സംവരണ നിഷേധം ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ അദ്ദേഹം പങ്കുവച്ചു. എങ്ങനെ മറികടക്കാൻ പറ്റുമെന്നൊരു ചോദ്യം അദ്ദേഹം നേരിട്ടു. എനിക്ക് തോന്നുന്നത് വളരെ എളുപ്പത്തിൽ നേരിടാവുന്നൊരു ചോദ്യമല്ല. ഇതെങ്ങനെ മറികടക്കുമെന്ന് ചോദിച്ചാൽ കൃത്യമായൊരു ഉത്തരം നമുക്കുണ്ടാകണമെന്നില്ല. പക്ഷേ അദ്ദേഹം അതിനെ സർഗാത്മകമായ ജനാധിപത്യ പ്രക്രിയയിലൂടെ ഈ ഒരു വെല്ലുവിളിയെ മറികടക്കാൻ നമുക്ക് സാധിക്കുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്ന ഒരു മറുപടി അദ്ദേഹത്തിന് നൽകാനും സാധിച്ചു. ഒപ്പം കോവിഡ് കാലത്ത് നമ്മൾ പലപ്പോഴും പറഞ്ഞ വാചകം, ഇക്കാലവും കടന്നു പോകും, ഈ ഇരുണ്ട നാളുകളും കടന്നു പോകും, പ്രകാശത്തിലേക്ക് മിഴി തുറക്കുന്ന നല്ലൊരു കാലം വരും എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പങ്കുവച്ചു. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഉപസംഹാരത്തിൽ ഗാന്ധിജി ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഉപസംഹാരം നടത്തിയത്. 30-61 നാലാമത് സംസാരിച്ച അദ്ദേഹം വിൻസ്റ്റൺ ചർച്ചിൽ, ഒരുപക്ഷെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ ഏറ്റവും ശക്തമായി എതിർത്ത ഒരു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ. ക്ലെമൻ്റ് ആറ്റ്ലി പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് ഇന്ത്യക്ക് 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന് വിശ്വസിക്കുന്ന ചരിത്രകാരന്മാർ പോലുമുണ്ട്. പക്ഷേ വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ആശങ്കകൾ ഈ രാഷ്ട്രം ശിഥിലമായി പോകും എന്നുള്ളതായിരുന്നു. വിവിധ മതങ്ങളും ജാതികളും ഉപജാതികളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഭാഷകളുമുള്ള ഇന്ത്യ ജനാധിപത്യ സംവിധാനത്തിലേക്ക് ഉണരാൻ പര്യാപ്തമായിട്ടില്ല, പക്വമായിട്ടില്ല എന്നൊരു നിലപാട് ചർച്ചിൽ പങ്കുവച്ചിരുന്നു. അത് ചരിത്രത്തിൽ നിന്ന് വളരെ കൃത്യമായിട്ട് അത് എടുത്തു പറയാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒപ്പം മുഹമ്മദ് അലി ജിന്നയുടെയും ഡോക്ടർ BR അംബേദ്കറുടെയും കാര്യങ്ങൾ അദ്ദേഹം പങ്കുവച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും നല്ല 2 ആർട്ടിക്കിളുകൾ, ആർട്ടിക്കിൾ 15 ആർട്ടിക്കിൾ 21 അദ്ദേഹം പറഞ്ഞു. മൗലികാവകാശങ്ങളെക്കുറിച്ചും ന്യൂനപക്ഷാവകാശങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്ന ഈ 2 വകുപ്പുകളും അവസരോചിതമായിട്ട് പരാമർശിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്നാലും ഇന്ത്യയിൽ ന്യൂനപക്ഷം അരക്ഷിതരാണ് എന്ന ഒരു കാര്യം അദ്ദേഹം പങ്കുവച്ചിരുന്നു.
ഒപ്പം നാനാത്വ ലേഖത്വവും അദ്ദേഹത്തിന് പറയാൻ സാധിച്ചു. മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒരു മതവിഭാഗം മാത്രമല്ല, എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് നിലകൊണ്ടു എന്ന ഒരു വസ്തുത പറഞ്ഞു. പ്രതിപക്ഷം പാർലമെൻറ്റിൽ ഒന്നിക്കണമെന്നും ജുഡീഷ്യറി സംശയത്തിൻ്റെ നിഴലിലാണെന്നും അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിച്ചു. ഇന്ത്യയെ വീണ്ടെടുക്കുക, മതേതര ജനാധിപത്യ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഒരു ഇന്ത്യയെ വീണ്ടെടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾ അവതരിപ്പിച്ചത്. ഉപസംഹാരത്തിൽ ഡോക്ടർ BR അംബേദ്കറിൻ്റെ കാര്യം ചോദ്യമായിട്ട് വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപസംഹാരത്തിലും അദ്ദേഹം പറഞ്ഞിരുന്നു, ഒരു കോർപ്പറേറ്റ് വൽക്കരണം ഇന്ത്യയിൽ വർദ്ധിക്കുന്നു, കോർപ്പറേറ്റ് വൽക്കരണം ശക്തമാകുമ്പോൾ ജനാധിപത്യ സംവിധാനം ദുർബലമാകുന്നു എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞു. ഗാന്ധി ഘാതകർ ഭരിക്കുന്ന ഇന്ത്യയിൽ ഇത് സംഭവിക്കും എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു. എങ്കിലും പോരാട്ടം തുടരുക, എഴുത്തിലൂടെയും സമരങ്ങളിലൂടെയുമുള്ള പോരാട്ടം തുടരുക എന്ന ഒരു ആഹ്വാനവുമായാണ് അദ്ദേഹം തൻ്റെ ഈ ഒരു ടേബിൾ ടോക്കിലെ സംഭാഷണം ഉപസംഹരിച്ചത്. ഇത് 4 പേരും വളരെ മികച്ച നിലവാരത്തിൽ ഈ വിഷയത്തിൽ പങ്കെടുത്തു എന്നുള്ളൊരു ചെറിയ കാര്യമല്ല. SKSSFന് അഭിമാനിക്കാവുന്നൊരു കാര്യം തന്നെയാണ്. വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും അത് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ധിഷണാശാലികളായ ചെറുപ്പക്കാർ ഈ കൂട്ടായ്മയ്ക്കുണ്ട് എന്നുള്ളതിൽ തീർച്ചയായും ഈ കൂട്ടായ്മ അഭിമാനിക്കുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കാരണം ഇവർക്ക് ഈ വിഷയം കൊടുത്തത് ഒരു 25 മിനിറ്റ് സമയം അവർക്ക് കിട്ടിക്കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ 25 മിനിറ്റിനുള്ളിൽ ഈ വിഷയങ്ങൾ മുഴുവൻ, അത് എത്രയോ വസ്തുതകൾ കൃത്യമായി എടുത്ത് ഓർമ്മയിൽ നിന്നും ഒക്കെ എടുത്ത് പഠിച്ച് അത് അവതരിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. അതുകൊണ്ട് ഈ 4 പേരെയും ഈ ടേബിൾ ടോക്കിൻ്റെ മോഡറേറ്റർ എന്ന നിലയിൽ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ഭൂരിപക്ഷ തീരുമാനം നടപ്പാക്കുന്നതാണ് ജനാധിപത്യം എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നത് കൂടിയാണ് അതിനർത്ഥം. അല്ലെങ്കിൽ ആ ജനാധിപത്യം അതിൻ്റെ സ്വത്വത്തിലും അതിൻ്റെ സത്തയിലും വലിയ ദുരന്തമായി മാറും എന്നുള്ള അനുഭവമാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. ആനന്ദിൻ്റെ വ്യാസനും വിഘ്നേശ്വരനും എന്നൊരു ചെറിയ പുസ്തകമുണ്ട്. മുരളിമാഷ്ക്ക് നന്നായിട്ട് അറിയുന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അതിൻ്റെ 2ാം ഭാഗത്ത് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളുടേത് പോലെ ഇന്ത്യയിൽ ജനപദങ്ങളുണ്ടായിരുന്നു. 16 ജനപദങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ പറയുന്നത്. അതിലേറ്റവും പ്രബലമായ 2 ജനപദങ്ങൾ മഗധയും അവന്തിയുമായിരുന്നു. ഈ 2 ജനപദങ്ങൾ തമ്മിലുള്ളൊരു വലിയ മത്സരത്തിൽ നിന്നാണ് ഇന്ത്യയിൽ സാമ്രാജ്യങ്ങൾ ഉദയം ചെയ്യുന്നത്, മൗര്യ സാമ്രാജ്യങ്ങൾ ഉദയം ചെയ്തു വരുന്നത്. അപ്പോൾ ആ നോവലിൽ, ആ ചെറിയ നോവലിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. എങ്ങനെയാണ് മഗധയെ മറികടക്കാനായിട്ടുള്ള ശ്രമം, എങ്ങനെയാണ് മഗധയെ നശിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ അതിൽ പറയുന്നൊരു ഉത്തരം ഇതാണ്: മഗധയെ പുറമേ നിന്ന് നിങ്ങൾക്ക് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പറ്റില്ല, പക്ഷേ ആ മഗധയെ ഇല്ലാതാക്കണമെങ്കിൽ ആഭ്യന്തര ശൈഥില്യത്തിന് മാത്രമേ അതിനില്ലാതാക്കാൻ സാധിക്കൂ. ഇത് സ്പാർട്ടയും ഏഥൻസും സ്പാർട്ടയും തമ്മിലുള്ള വലിയൊരു പോരാട്ടങ്ങൾ ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളുടെ കാര്യത്തിൽ നമുക്കറിയാം, നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രത്തെ, ഏതെങ്കിലും ഒരു കൂട്ടായ്മ നിങ്ങൾക്ക് തകർക്കണമെങ്കിൽ അതിന് ഏറ്റവും നല്ല മാർഗം നിങ്ങൾ പുറമേ നിന്ന് ആക്രമിക്കുന്നതല്ല, അതിൻ്റെ ഉള്ളിൽ ഛിദ്രമുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പുറത്തുനിന്ന് ആരും ആക്രമിക്കേണ്ടി വരില്ല, തനിയെ ശിഥിലമായിക്കൊള്ളും. ഒരു രാഷ്ട്രം അതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ രാഷ്ട്രം വലിയൊരു പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ആഭ്യന്തരമായി ഒന്നിച്ചു നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയാണ് നമുക്ക് ഈ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും സോഷ്യലിസത്തെയും പരമാധികാരത്തെയും, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ സോവർണിറ്റി എന്ന് പറഞ്ഞ്, ഈ പരമാധികാരത്തെയും ഇന്ത്യയിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ ആഭ്യന്തരമായി ഉയരുന്ന എല്ലാ വെല്ലുവിളികളെയും ആഭ്യന്തരമായി തന്നെ മറികടക്കാൻ ഇന്ത്യയിൽ ജനതയ്ക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. കാരണം പരമാധികാരം സർക്കാരിനല്ല, പരമാധികാരം ജനങ്ങൾക്കാണ്. അതുകൊണ്ടാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. മറ്റാരും സംവിധാനം ചെയ്യുന്നതല്ല, നമ്മൾ സ്വയമേവ സംവിധാനം ചെയ്തതാണ് ഇന്ത്യയെ ഒരു മതേതര ജനാധിപത്യ പരമാധികാര സെക്യുലർ റിപ്പബ്ലിക്കായി. ആ ഒരു ആശയത്തെ അടിവരയിടുന്ന ഈ ടേബിൾ ടോക്ക് ഇതോടെ അവസാനിക്കുന്നു. ഇതിൽ പങ്കെടുത്ത 4 പേർക്കും വിധികർത്താക്കൾക്കും സദസ്യരായി ഇതിനോട് സംബന്ധിച്ച എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി.